യൂസേഴ്സ്, അപ് ടൈം, ഹൂ, ഇതുപോലത്തെ കമാൻഡ്സ് എങ്ങനെയാണ് ചെയ്യണമെന്നൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഡേറ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത് കറണ്ട് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ നമുക്ക് ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ ഡേറ്റയിൽ ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ ഡേറ്റ് സെറ്റ് ചെയ്യാനുമാണ്. അതുപോലെ ഈ ടൈം കമാൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൈം കാണിക്കാനുള്ളതല്ല. ടൈം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതിലൂടെ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു എന്നുള്ളതാണ്. പ്രസൻറ്റ് വർക്കിംഗ് ഡയറക്ടറി, ഏത് ഡയറക്ടറിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാനുള്ള കമാൻഡാണ് PWD. അതുപോലെ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് ലിസ്റ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് PS. ദെൻ ഹൂ എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിൽ കറണ്ട്ലി ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുകൂടാതെ നമുക്ക് നമ്മുടെ സിസ്റ്റം എപ്പോഴാണ് റീബൂട്ടായത് അങ്ങനത്തെ ഡീറ്റെയിൽ കാണാനും ഹൂ കമാൻഡ് യൂസ് ചെയ്യും. ഇനി ഇതുകൂടാതെ ഇതിന് റെഡിമെയ്ഡ് ചില കമാൻഡുകളുണ്ട്. അതായത് ഇപ്പോൾ ഏത് യൂസറാണ് ലോഗിൻ ചെയ്യുന്നത് നമുക്കാണെങ്കിൽ ഹൂ ആം ഐ. അതുപോലെ എപ്പോഴാണ് കമ്പ്യൂട്ടർ സ്റ്റാർട്ടായത്, എത്ര സമയം കൊണ്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതറിയാനായിട്ട് അപ് ടൈം. നമ്മൾ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസേഴ്സിനെ കാണാൻ യൂസേഴ്സ് എന്നുള്ള കമാൻഡും യൂസ് ചെയ്യാം. അതുപോലെ ഗ്രൂപ്പ്സ് എന്നുള്ള കമാൻഡ് നമ്മുടെ സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിരിക്കുന്ന യൂസർ ഏതൊക്കെ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സാണ് എന്നറിയാൻ ഗ്രൂപ്പ്സ് എന്നുള്ള കമാൻഡ്. ഓക്കെ, അതുകൂടാതെ നമുക്ക് യൂനെയിം എന്നുള്ള കമാൻഡ് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സിസ്റ്റം മാനേജ്മെൻറ്റിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട്. കമാൻഡുകൾ ഒന്ന് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ ദ ഡേറ്റ് ആൻഡ് ടൈം ഇൻ DDYY HHMMSS ഫോർമാറ്റ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് ഡേറ്റ് എന്നുള്ളതാണ്. സിംപ്ലി ഡേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ഈ ഫോർമാറ്റിലാണ് കാണിക്കുക. ഇനി വേറെ ഏതെങ്കിലും ഫോർമാറ്റിൽ ഡേറ്റ് കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഡേറ്റ് ദെൻ പ്ലസ് ദെൻ കോട്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഫോർമാറ്റ് കൊടുക്കുക. പെർസെൻറ്റേജ് M then percentage small letter D then percentage Y. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസോ ഹൈഫണോ അല്ലെങ്കിൽ സ്ലാഷോ വേണമെങ്കിൽ അത് കൊടുക്കുക. then percentage H percentage and then colon percentage minutes then colon percentage seconds. ഇപ്പോൾ ഡേറ്റ് നമുക്ക് ഫോർമാറ്റിൽ കാണാം. ഡേറ്റ് പ്ലസ് ദെൻ പെർസെൻറ്റേജ് D സ്ലാഷ് പെർസെൻറ്റേജ് M സ്ലാഷ് പെർസെൻറ്റേജ് Y സ്പേസ് പെർസെൻറ്റേജ് ഹവർ ദെൻ കോളൻ പെർസെൻറ്റേജ് മിനിറ്റ് കോളൻ പെർസെൻറ്റേജ് സെക്കൻഡ്സ്. ഇനി നമുക്കത് ഇയർ 4 ഡിജിറ്റ് കാണിക്കണമെങ്കിൽ നമുക്കിത് എന്ത് കൊടുത്താൽ മതി, Y എന്നുള്ള ക്യാപിറ്റൽ ലെറ്റർ കൊടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ നമുക്ക് ഒരു ഡേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡ് ഡേറ്റ് വിത്ത് ഓപ്ഷൻ -S ദെൻ നിങ്ങൾ കൊടുക്കണം, ഡേറ്റ് കൊടുക്കണം. JUN ജൂൺ ഏതാണെങ്കിൽ ആ ഡേറ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഡേറ്റ് കൊടുക്കുക. 2024 ദെൻ ഒരു ടൈം കൊടുക്കുക. ഇങ്ങനെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഡേറ്റ് എന്നുള്ള കമാൻഡ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സുഡോ പെർമിഷൻ വേണം. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അടുത്തത് നമുക്ക് ഡിസ്പ്ലേ ഡേറ്റ് ഓഫ് നെക്സ്റ്റ് ഫ്രൈഡേ. അപ്പോൾ അങ്ങനത്തെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഡേറ്റ് അതിൻ്റെ എന്ത് ഡേറ്റ് ആണ് ഡിസ്പ്ലേ ആണെങ്കിൽ ഡേറ്റ് ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് ഫ്രൈഡേ. ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ. ഇനി അതല്ല വേറെ ചില ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഈ ഇന്നത്തെ ഡേറ്റിന് ശേഷമുള്ള 4ാമത്തെ ഡേറ്റ് ആണെങ്കിൽ +4 days കണ്ടോ, കറണ്ട് ഡേറ്റിൽ നിന്ന് 4 ഡേറ്റ് അപ്പുറത്ത്. അതുപോലെ 4 ഡേറ്റ് മുന്നേ ആണെങ്കിൽ മൈനസ്. ഇതുപോലെ തന്നെ ഡേറ്റ് മൈനസ് ഡേറ്റ് ഈസ് ഈക്വൽ ടു 4 days ബിഫോർ.
date is equal to 4 months ago ഉള്ള ഒരു ഡേറ്റ് അറിയണം. ഓക്കെ, ഇനി അതല്ലെങ്കിൽ +4 months അതിന് കൊടുക്കുകയാണെങ്കിൽ അതിന് ശേഷമുള്ള 4 മാസത്തിന് ശേഷമുള്ള ഒരു ഡേറ്റ്. ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഡേറ്റ് കമാൻഡ് കഴിഞ്ഞാൽ ടൈം കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സാമ്പിളായിട്ട് ടൈം LS എന്ന് കൊടുത്ത് LS എന്നുള്ള കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നുള്ള ഡീറ്റെയിലാണ് ഇവിടെ കാണാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ദ ടൈം ടു എക്സിക്യൂട്ട് സ്ലീപ്പ് 2 കമാൻഡ്. സ്ലീപ്പ് 2 എന്ന് പറഞ്ഞാൽ 2 seconds വെയിറ്റ് ചെയ്യാനുള്ള കമാൻഡാണ്. അപ്പോൾ നമ്മൾ കൊടുക്കാം ടൈം ദെൻ സ്ലീപ്പ് 2 എന്നുള്ള കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാൻ. അത് എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര സമയം എക്സിക്യൂട്ട് എടുത്തു എന്നുള്ളത് കാണിക്കും. അതുപോലെ ഇപ്പോൾ കറണ്ട് പാസ് വർക്കിംഗ് ഡയറക്ടറി ആണ് PWD. ഹോമിൻ്റെ താഴെ CT ലാബിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദെൻ PS എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് പ്രോസസ്സ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കറൻ്റ്ലി ആക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് ടെർമിനലിലെ പ്രോസസ്സ് മാത്രമാണ് സാധാരണ കാണിക്കുക. അതിന് പകരം PUSA എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓൾ പ്രോസസ്സ് ഇൻ ഡീറ്റെയിൽഡ് ഫോർമാറ്റിൽ കാണിക്കും. ഞാനല്ല നമുക്ക് ഈ രീതിയിലും കാണിക്കാം. -E എന്നുള്ളത് വെച്ചിട്ടും കാണിക്കാം. യൂണിക്സ് ഫോർമാറ്റിലും കാണിക്കാം, BSD ഫോർമാറ്റിലും കാണിക്കാം. -C. ഓക്കെ, ഇനി കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണെങ്കിൽ AUX യൂസറിൻ്റെ ഡീറ്റെയിൽ എല്ലാ ഡീറ്റെയിൽസും കോളംസും വെച്ച് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ AUX. ഓക്കെ, കണ്ടോ AUX. ഇനി ഇതെല്ലാം ഒരു ട്രീ ഫോർമാറ്റിൽ കാണണമെങ്കിൽ PSAUXF. ഒരു ട്രീ ഫോർമാറ്റ് നമ്മുടെ പ്രോസസ്സുകൾ വേറൊരു പ്രോസസ്സിൻ്റെ ചൈൽഡ് പ്രോസസ്സ് ആയിരിക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ബന്ധം റിലേഷൻഷിപ്പ് കൂടി കാണിക്കണമെങ്കിൽ PSAUXF. അതല്ലെങ്കിൽ -ELF ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനായിട്ട് -ELF അല്ലെങ്കിൽ AUXX ഉപയോഗിച്ചിട്ട് കാണിക്കാം. ദെൻ ലിസ്റ്റ് ഓൾ പ്രോസസ് പേജ് ബൈ പേജ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു PS കമാൻഡിൻ്റെ കൂടെ നമ്മളൊരു പൈപ്പ് സിമ്പിൾ യൂസ് ചെയ്തിട്ട് മോർ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പേജ് ബൈ പേജ് അയച്ചിട്ട് അപ്പോൾ മോർ എന്നുള്ള കമാൻഡ് ഏത് കമാൻഡിൻ്റെ കൂടി നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു സിസ്റ്റത്തിൽ എൻ്റയർ സിസ്റ്റത്തിലെ പ്രോസസ്സ് മാത്രം കാണണമെങ്കിൽ -V. എൻ്റയർ പ്രോസസ്സും ലിസ്റ്റ് ചെയ്ത് വരുന്ന പ്രോസസ്സിലെ എല്ലാ യൂസേഴ്സും എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സും ലിസ്റ്റ് ചെയ്ത് വരും. L കൊടുക്കുമ്പോൾ ലോങ് ഫോർമാറ്റ് കംപ്ലീറ്റ് ഹെഡിങ്സും ഡീറ്റെയിൽസും, അതായത് നേരത്തെ വളരെ കുറച്ച് ഇൻഫോർമേഷൻ പ്രോസസ്സിൻ്റെ കമാൻഡിൻ്റെ പേര്, പ്രോസസ് ID, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സിസ്റ്റത്തിൻ്റെ യൂസർ ഏതാണ്, പ്രോസസ് ID ഏതാണ്, പ്രോസസ്സിൻ്റെ പാരൻറ്റ് പ്രോസസ് ID എന്താണ്, CPU ടൈം എത്ര ഉപയോഗിക്കുന്നു, ഇങ്ങനെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് കിട്ടാനായിട്ട് PS-E വിത്ത് L ഉപയോഗിക്കാം. ഇനി ലിസ്റ്റ് ഓൾ പ്രോസസ് വിത്ത് പ്രോസസ് ID കമാൻഡ് നെയിം. അപ്പോൾ നമുക്ക് -C കൊടുത്തതിന് ശേഷം O കൊടുക്കുക. ഏതൊക്കെ ഔട്ട്പുട്ട്സ് നമുക്ക് കാണിക്കണം, പ്രോസസ് ID കാണിക്കണമെങ്കിൽ പ്രോസസ് ID, PP % CPU യൂസ് ആണെങ്കിൽ PCPU, ദെൻ CO കമാൻഡ്. നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞ ഹെഡിങ്സ് മാത്രം കാണിക്കും. അതുപോലെ തന്നെ നമുക്കിത് ലിസ്റ്റ് ചെയ്യുന്നതിന് സോർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്. ഹൈഫൺ ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്യുക, അതിനുശേഷം ഹൈഫൺ സോർട്ട് ഏത് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നതെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പ്രോസസ്സിൻ്റെ പെർസെൻറ്റേജിലാണ് സോർട്ട് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രോസസ് ഐഡിയുടെ ഓർഡറിൽ സോർട്ട് ചെയ്യണമെങ്കിൽ PID. ഇപ്പോൾ പ്രോസസ് ഐഡിയുടെ സോർട്ട് ചെയ്യണമെങ്കിൽ പ്രോസസ് ഐഡിയുടെ ഓർഡറിൽ സോർട്ട് ചെയ്ത് വരുന്നുണ്ട്. പ്രോസസ് ID മൂന്നാമത്തെ കോളം പ്രോസസ് ID. ഇനി നമുക്ക് കാണാവുന്നത് ലിസ്റ്റ് ഒരു പ്രോസസ്സ് ഇൻ ദ ഓർഡർ ഓഫ് മെമ്മറി യൂസേജിന് മെമ്മറി യൂസേജ് എത്രയാണോ അതിനെ ബേസ് ചെയ്ത് കാണിക്കാനായിട്ട് പെർസെൻറ്റേജ് സോർട്ട് %mem. ദെൻ അടുത്തത് ലിസ്റ്റ് ഓൾ പ്രോസസ് റണ്ണിങ് യൂസിങ് ബാഷ് കമാൻഡ്. ഏതെങ്കിലും സ്പെസിഫിക് കമാൻഡിൻ്റെ സബ് പ്രോസസ്സിൻ്റെ ചൈൽഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അറിയണമെങ്കിൽ -C C ബാഷ് പ്രോസസ്സിൻ്റെ ചൈൽഡ് പ്രോസസ്സുണ്ട്. ഓക്കെ,
ഇനി അടുത്തത് നമുക്ക് ഉപയോഗിക്കുന്നത് ലിസ്റ്റ് ഓൾ യൂസേഴ്സ് കറൻ്റ്ലി ലോഗ്ഡ് ഇൻ. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഹൂ ദെൻ ഹൈഫൺ ഹൂ എന്ന് കൊടുത്താൽ നമ്മുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ യൂസറേയും കാണിക്കും. ഹൈഫൺ എച്ച് കൊടുത്താൽ അതിൻ്റെ ഹെഡിങ് കൂടി കാണിക്കും. ഓക്കെ, ദെൻ ടൈം നമ്മൾ സിസ്റ്റം ലോഗിൻ ചെയ്ത സമയം ഇപ്പോഴാണ് സിസ്റ്റം ഓൺ ആയതെന്ന് കാണണം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഹൂ -b. ഓക്കെ, -b. Then list all users, then show the number of users logged in. അതിന് ഉപയോഗിക്കുന്നതാണ് -q. കറണ്ട് യൂസർ നെയിം ആരാണെന്ന് അറിയാനായിട്ട് ഹൂ -u, കറണ്ട് യൂസറിൻ്റെ ഡീറ്റെയിൽ മാത്രം അറിയാൻ. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് ഉള്ള കമാൻഡ് ഷോ ദ കറണ്ട് യൂസർ നെയിം യൂസിങ് യൂസേഴ്സ് കമാൻഡ്. ഏതൊക്കെ യൂസേഴ്സ് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ ഹൂവിന് പകരം നമുക്ക് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു റെഡിമെയ്ഡ് കമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂസർ സിസ്റ്റത്തിൻ്റെ അപ്പ് ടൈം, എപ്പോഴാണ് ഈ സിസ്റ്റം ഓൺ ആയത്, എത്ര സമയമായിട്ട് സിസ്റ്റം ഓൺ ആയിട്ടുണ്ട് എന്ന് അറിയാനായിട്ട് അപ്പ് ടൈം. ഇപ്പോൾ ഈ സിസ്റ്റം 18 മിനിറ്റ് ആയിട്ട് ഓണാണ്. എപ്പോഴാണ് ഓൺ ആയെന്ന് അറിയാൻ സിൻസ്, ഏത് സമയം തൊട്ടാണ്. -s എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സിൻസ് ഏത് സമയം തൊട്ട് ഓൺ ആണെന്ന് അറിയാം. അതുപോലെ ഏതൊക്കെ യൂസേഴ്സ് ലോഗിൻ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ ഷോർട്ട് കട്ടായിട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് W, ഷോ ദ യൂസേഴ്സ് ലോഗ്ഡ് ഇൻ വിത്ത് ദയർ ആക്ടിവിറ്റീസ്. എത്ര CPU യൂസ് ചെയ്തു, അതുപോലെ ഏത് കമാൻഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ലോഗിൻ എപ്പോഴാണ്, ഇതൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഇതുകൂടാതെ നിങ്ങൾ യൂനെയിം എന്നൊരു കമാൻഡ് കൂടി ഒന്ന് മനസ്സിലാക്കുക. യൂനെയിം എന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇൻഫോർമേഷൻസ് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡാണ്. -p പ്രോസസ്സർ ഏതാണ്, വേർഷൻ കേർണലിൻ്റെ വേർഷൻ ഏതാണ്, ദെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഉപയോഗിക്കുന്നതാണ് യൂനെയിം എന്നുള്ള കമാൻഡ്. കൊടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണാം. കേർണൽ കാണണമെങ്കിൽ ഏത് കേർണലാണ്, -r, ദെൻ ഏത് വേർഷനാണ്, -b. ഓക്കെ, ഏത് ടൈപ്പ് മെഷീനാണ്, നമ്മുടെ മെഷീൻ ഏത് ടൈപ്പാണെന്ന് അറിയാൻ x86 മെഷീനാണ്. അപ്പോൾ ഈ രീതിയിലുള്ള കമാൻഡ്സാണ് നമ്മുടെ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിൽ വരുന്നത്.